ഹലോ മക്കളെ. വെൽക്കം ബാക്ക് ടു ദ ന്യൂ സെഷൻ. ഇന്നത്തെ ഈ ഒരു ക്ലാസ്സിൽ ടീച്ചർ വന്നിട്ടുള്ളത് നിങ്ങൾക്ക് +1 +2കാരുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ടോപ്പിക് ആണ് സെക്ഷൽ റീപ്രൊഡക്ഷൻ ഇൻ ഫ്ലവറിംഗ് പ്ലാന്റ്സ് എന്ന് പറയുന്നത്. ആ ഒരു ടോപ്പിക് ഒന്ന് ഇൻട്രൊഡ്യൂസ് ചെയ്ത് തരാനായിട്ടാണ്. സോ ഇത് +2കാരുടെ മെയിൻ ടോപ്പിക് ആണ്. അവരുടെ ബോട്ടണിയുടെ ഫസ്റ്റ് ചാപ്റ്റർ ആണ് സെക്ഷൽ റീപ്രൊഡക്ഷൻ ഇൻ ഫ്ലവറിംഗ് പ്ലാന്റ്സ് എന്ന് പറയുന്നത്. സോ വൺസ് അഗെയിൻ വാം വെൽക്കം ഓൾ ഓഫ് യു. സോ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. എന്താണ് റീപ്രൊഡക്ഷൻ? സോ ക്ലാസ് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ തന്നെ ഐ ഹാവ് എ ക്വസ്റ്റ്യൻ ടു യു എവറി വൺ. വാട്ട് ഡു യു മീൻ ബൈ റീപ്രൊഡക്ഷൻ എന്ന് പറയുന്ന ടേമുമായിട്ട് അല്ലെങ്കിൽ ആ ഒരു ടേം കൊണ്ട് നിങ്ങൾ എന്താണ് ഉദ്ദേശിക്കുന്നത്? ആക്ച്വലി റീപ്രൊഡക്ഷൻ എന്ന് പറയുമ്പോൾ അത് നമുക്ക് വളരെ അറിയാവുന്ന ഒരു കാര്യം തന്നെയാണ്. സിംപ്ലി വി ക്യാൻ സേ ദാറ്റ് ഇറ്റ് ഈസ് ദ പ്രൊഡക്ഷൻ ഓഫ് നെക്സ്റ്റ് ജനറേഷൻ. അടുത്ത തലമുറയെ പ്രൊഡ്യൂസ് ചെയ്യുന്ന പ്രോസസ്സിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? റീപ്രൊഡക്ഷൻ എന്ന് പറയുന്നത്. ഈ റീപ്രൊഡക്ഷൻ എന്ന് പറയുന്നത് രണ്ട് ടൈപ്പിലാണ് നടക്കുക. ഒന്നെന്ന് പറയുന്നത് എസെക്ഷൽ മോഡ് ഓഫ് റീപ്രൊഡക്ഷൻ ഉണ്ട്. രണ്ടാമത്തത് സെക്ഷൽ മോഡ് ഓഫ് റീപ്രൊഡക്ഷൻ ഉണ്ട്. സോ റീപ്രൊഡക്ഷൻ രണ്ട് ടൈപ്പിലാണ് വരുന്നത്, എസെക്ഷലും സെക്ഷലും. എസെക്ഷൽ റീപ്രൊഡക്ഷന്റെ കേസിലാണെങ്കിൽ ഇറ്റ് എൻഷുവേഴ്സ് ദ ഇൻവോൾവ്മെന്റ് ഓഫ് ഓൺലി വൺ പാരന്റ്. ഒറ്റ പാരന്റ് മാത്രമാണ് എവിടെയുള്ളൂ? എസെക്ഷൽ മോഡ് ഓഫ് റീപ്രൊഡക്ഷനിലുള്ളൂ. ഒറ്റ പാരന്റ് മാത്രമേ ഉള്ളൂ. സെക്ഷുവലിൽ അങ്ങനെയല്ല. സെക്ഷുവലിൽ എങ്ങനെയാണ്? അവിടെ രണ്ട് പാരന്റ്സ് ഉണ്ട്. ഒരു മെയിൽ പാരന്റും ഉണ്ട്, ഒരു ഫീമെയിൽ പാരന്റും ഉണ്ട്. സോ ഇൻ സെക്ഷൽ റിപ്രൊഡക്ഷൻ ഇറ്റ് ഹാസ് ടു പാരന്റ്സ്, ബോത്ത് മെയിൽ ആൻഡ് ഫീമെയിൽ പാരന്റ്സ്. അതെയോ? നമ്മുടെ കേസ് എടുക്കുകയാണെങ്കിൽ എങ്ങനെയാണ് അപ്പൊ മക്കളെ? വി ഹാവ് ടു പാരന്റ്സ്, വി ഹാവ് എ ഫാദർ ആൻഡ് എ മദർ. സോ അങ്ങനെ ആവുമ്പോൾ നമ്മുടെ കേസിൽ എങ്ങനെയാണ്? സെക്ഷൽ റീപ്രൊഡക്ഷൻ ആണ് ഹ്യൂമൻ ബീങ്സിന്റെ അല്ലെങ്കിൽ മിക്ക ആനിമൽസിന്റെയും കേസിൽ നടക്കുക. അപ്പൊ എന്റെ കുട്ടികൾ ചിന്തിക്കുന്നുണ്ടാവും, അപ്പൊ ഒബ്വിയസ്ലി പ്ലാന്റ്സിൽ എന്താണ്? സെക്ഷൽ മോഡ് ഓഫ് റീപ്രൊഡക്ഷൻ ആണ്. ബിക്കോസ് അച്ഛൻ പ്ലാന്റ്, അമ്മ പ്ലാന്റ്, അങ്ങനെയൊന്നും പ്ലാന്റ്സ് ഇല്ല എന്ന് ചിന്തിക്കുന്നുണ്ടാവും. ബട്ട് ഇറ്റ് ഇസ് എ റോങ് സ്റ്റേറ്റ്മെന്റ്, റോങ് തിങ്കിങ്. നിങ്ങൾ ഇവിടെ ചിന്തിക്കേണ്ട കാര്യം പ്ലാന്റ്സിൽ എസെക്ഷൽ മോഡ് ഓഫ് റീപ്രൊഡക്ഷനും നടക്കുന്നുണ്ട്, സെക്ഷൽ മോഡ് ഓഫ് റീപ്രൊഡക്ഷനും നടക്കുന്നുണ്ട്. സോ നമുക്ക് ഇന്ന് പഠിക്കാനുള്ളത് സെക്ഷൽ റീപ്രൊഡക്ഷൻ എങ്ങനെയാണ് പ്ലാന്റ്സിൽ നടക്കുക. സോ നമുക്ക് നോക്കാം. ഒരു ഇൻട്രൊഡക്ഷനിലേക്ക് ടീച്ചർ മൂവ് ചെയ്യാണ്. യെസ്, ദിസ് ഇസ് ദ ഇൻട്രൊഡക്ഷൻ ഫോർ യു. സോ പ്ലാന്റ്സ് ആർ എ ബൂൺ ടു ദ ഹോൾ മാൻകൈൻഡ്. നമുക്ക് ഓൾറെഡി അറിയാവുന്ന ഒരു കാര്യമാണ്. പ്ലാന്റ്സ് എന്ന് പറയുന്നത് നമ്മുടെ ലോകത്തിന്റെ തന്നെ അല്ലെങ്കിൽ നമ്മുടെ ആളുകൾക്ക് എല്ലാവർക്കും എന്താണ്? ഒരു അനുഗ്രഹമാണ്, ബൂണാണ് അല്ലെ? ഒരു അനുഗ്രഹമാണ്. നമുക്ക് ഓൾറെഡി അറിയാം പ്ലാന്റ്സിനെ നമ്മൾ വിശേഷിപ്പിക്കുന്ന രീതി എന്താണ്? ലങ്സ് ഓഫ് ദ എർത്ത് എന്ന് നമ്മൾ മെയിൻലി ആരെയാ പറയാ? ലങ്സ് ഓഫ് ദ എർത്ത് എന്ന് നമ്മൾ പ്ലാന്റ്സിനെയാണ് പറയാ. കുട്ടികൾ ഓർത്തിരിക്കുക, ലങ്സ് ഓഫ് ദ എർത്ത് എന്ന് നമ്മൾ പറയാ ആരെയാണ്? പ്ലാന്റ്സിനെയാണ്. ബിക്കോസ് അവർ ഫോട്ടോസിന്തസിസ് പ്രോസസ് നടത്തി ഓക്സിജനെ റിലീസ് ചെയ്യുന്നുണ്ട്. അതുപോലെ നമ്മൾ വെളിയിലേക്ക് റെസ്പിറേഷൻ വഴി നമ്മൾ വെളിയിലേക്ക് വിടുന്ന CO2 ഇവർ എന്ത് ചെയ്യുന്നു? ഫോട്ടോസിന്തസിസിന് വേണ്ടി ഇൻടേക്ക് ചെയ്യുന്നുമുണ്ട്. സോ ഒരു പ്യൂരിഫിക്കേഷൻ പ്രോസസ് ഒക്കെ മെയിൻലി ആരാ നടത്തുന്നത്? പ്ലാന്റ്സ് നടത്തുക. അതുകൊണ്ട് തന്നെയാണ് ലങ്സ് ഓഫ് ദ എർത്ത് എന്ന് നമ്മൾ അവരെ വിളിക്കുക. ഇനി ഈ പ്ലാന്റ്സ് വേറെ ഹെൽപ്പുകൾ നമുക്ക് ചെയ്തു തരുന്നുണ്ട്. ദേ പ്രൊവൈഡ് us വിത്ത് ഫുഡ് തരുന്നുണ്ട്, ഫ്രൂട്ട്സ് തരുന്നുണ്ട്, മെഡിസിൻസ് തരുന്നുണ്ട്, ഫൈബർ. ടെക്സ്റ്റൈൽ ഇൻഡസ്ട്രിയിലേക്കൊക്കെ നമ്മളെ ഒരുപാട് ഹെൽപ്പ് ചെയ്യുന്ന ആളുകളാണ് ആരെന്ന് പറയാ? പ്ലാന്റ്സ് എന്ന് പറയാം. Thus, these plants need to reproduce continuously so that the plants can be maintained on the earth and the balance of the ecosystem is maintained. എന്താ പറയുന്നേ? അപ്പം ഇങ്ങനെയുള്ള ഈ ഒരു പ്ലാന്റ്സ് നമുക്ക് ഇത്രയും ഹെൽപ്പ് ചെയ്തു തരുന്ന പ്ലാന്റ്സ് എന്ന് പറയുന്നത് റീപ്രൊഡ്യൂസ് ചെയ്താലേ, റീപ്രൊഡക്ഷൻ അറിയാലോ, നെക്സ്റ്റ് ജനറേഷൻ പ്രൊഡക്ഷൻ ആണ്. സോ ഈ പ്ലാന്റ്സ് റീപ്രൊഡ്യൂസ് ചെയ്താലേ നമ്മുടെ എക്കോസിസ്റ്റം നോൺ ലിവിങ് തിങ്സും ലിവിങ് തിങ്സും പരസ്പരം ഇന്ററാക്ട് ചെയ്ത് കഴിയുന്ന ഏരിയയാണ് എക്കോസിസ്റ്റം എന്ന് പറയാ. സോ എക്കോസിസ്റ്റത്തിന്റെ മെയിന്റനൻസിന് ആര് വേണം? പ്ലാന്റ്സ് വേണം. സോ അതിനെ അവർ റീപ്രൊഡ്യൂസ് ചെയ്യണം. പ്ലാന്റ്സ് എങ്ങനെയൊക്കെയാന്ന് വെക്കുകയാണെങ്കിൽ മക്കളെ, പ്ലാന്റ്സ് എസെക്ഷലിയും സെക്ഷലിയും റീപ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. ഓക്കെ, സെക്ഷൽ മെത്തേഡും ഉണ്ട്, എസെക്ഷലും ഉണ്ട്. സോ എസെക്ഷൽ എന്ന് പറയുകയാണെങ്കിൽ നിങ്ങൾക്ക് ഓൾറെഡി കേട്ടിട്ടുണ്ടാവും, വെജിറ്റേറ്റീവ് റീപ്രൊഡക്ഷൻ എന്നാണ്. എസെക്ഷലിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരെണ്ണത്തിന്റെ പേരാണ് വെജിറ്റേറ്റീവ് റീപ്രൊഡക്ഷൻ. അതായത് പ്ലാന്റ് പാർട്ട് വെച്ചിട്ട് ഡെവലപ്പ് ചെയ്യുന്നതാണ് വെജിറ്റേറ്റീവ് റീപ്രൊഡക്ഷൻ എന്ന് പറയുന്നത്. പ്ലാന്റ് പാർട്ട് ഏതൊക്കെയാ വരിക? റൂട്ട് വരുന്നുണ്ട്, പ്ലാന്റിന്റെ വെജിറ്റേറ്റീവ് പാർട്ട്. ലീഫ് വരുന്നുണ്ട്, പിന്നെ ആരാ വരിക? സ്റ്റെം വരുന്നുണ്ട്. സോ ഇതൊക്കെ ത്രൂ ഉള്ള റീപ്രൊഡക്ഷനെയാണ് നമ്മൾ വെജിറ്റേറ്റീവ് റീപ്രൊഡക്ഷൻ എന്ന് പറയുക. ഇപ്പൊ നിങ്ങളൊരു റോസാ ചെടി വളർത്തണമെങ്കിൽ ആക്ച്വലി നിങ്ങൾ അതിന്റെ സ്റ്റെം കട്ടിങ് എടുക്കും. അത് വെച്ചിട്ടല്ലേ നിങ്ങൾ പുതിയ റോസാ ചെടി ഉണ്ടാക്കി എടുക്കുള്ളൂ. സോ അതൊരു വെജിറ്റേറ്റീവ് റീപ്രൊഡക്ഷൻ ആണ്. ഓക്കെ, ഇത് കൂടാതെ പ്ലാന്റ്സ് സെക്ഷലി റീപ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. നമുക്കൊരു പോയിന്റിലേക്ക് നോക്കാം. The propagules through which the plants reproduce are the ഏതൊക്കെയാണ് propagules? വെജിറ്റേറ്റീവ് propagules ഏതൊക്കെയാണെന്ന് പറയാ. ഏതൊക്കെയാണ്? ലീവ്സ് വരുന്നുണ്ട്, റൂട്ട്സ് വരുന്നുണ്ട്, സ്റ്റെംസ് വരുന്നുണ്ട്. While the reproductive organ for sexual reproduction is a flower. ഇവിടെയാണ് ഇമ്പോർട്ടന്റ് പോയിന്റ് വരിക മക്കളെ. പ്ലാന്റ്സിൽ സെക്ഷൽ റിപ്രൊഡക്ഷൻ നടക്കുന്നുണ്ടെന്ന് നമ്മൾ പറഞ്ഞില്ലേ? ആ സെക്ഷൽ റിപ്രൊഡക്ഷൻ ആര് ത്രൂ ആണ് നടക്കുക? ത്രൂ ദി ഫ്ലവേഴ്സ്. നമ്മൾ മെയിൻലി പ്ലാന്റ്സിൽ ഫ്ലവേഴ്സ് എന്ന് പറയുമ്പോൾ അലങ്കാരത്തിന് ഉപയോഗിക്കാൻ പറ്റും അല്ലെ? നമുക്കിപ്പോ ഒരു വെഡിങ്ങിനോ ഫ്യൂണറലിനോ അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ പ്രോഗ്രാംസിന് നമ്മൾ ഡെക്കറേഷൻ എന്ത് യൂസ് ചെയ്യാറുണ്ട്? ഫ്ലവർ യൂസ് ചെയ്യാറുണ്ട്
അല്ലേ? അല്ലെങ്കിൽ ഇപ്പൊ മുല്ലപ്പൂ ഒക്കെ പോലെയുള്ളത് നമ്മൾ എന്താണ് എക്കണോമിക്കലി ബെനിഫിഷ്യലും ആണ്. സോ നമുക്ക് അങ്ങനെയാണ് ഫ്ലവേഴ്സിനെ കുറിച്ചിട്ടുള്ള മെയിൻലി ഉള്ള അറിവ്. നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം പ്ലാന്റ്സില് സെക്ഷൽ റീപ്രൊഡക്ഷൻ നടത്തുന്നത് ഈ ഫ്ലവേഴ്സ് ആണ്. ഇപ്പൊ നിങ്ങൾ ചിന്തിക്കും അച്ഛനും അമ്മയും ഉണ്ടെന്ന് നമ്മൾ പറഞ്ഞു അല്ലേ സെക്ഷൽ റീപ്രൊഡക്ഷന്. പ്ലാന്റ്സിൽ അപ്പം പെൺപൂവും ആൺപൂവും ഉണ്ടോ? എങ്ങനെയാണ് ഈ പൂക്കളുള്ളത്? എങ്ങനെയാണ് റീപ്രൊഡക്ഷൻ നടക്കുക? നമുക്ക് നോക്കാം. ഒരു പ്ലാന്റിന്റെ ഒരു ഫ്ലവറിന്റെ പാർട്സിലേക്ക് നമുക്ക് മൂവ് ചെയ്ത് നോക്കാം. ആക്ച്വലി പാർട്സ് ഓഫ് എ ഫ്ലവർ. സോ എല്ലാവരോടും ശ്രദ്ധിക്കുക. പ്ലാന്റ്സിന്റെ മെയിൻലി അല്ലെങ്കിൽ പ്ലാന്റിന്റെ ഫ്ലവറിന്റെ മെയിൻലി 4 പാർട്ടുകളാ ഉള്ളത് മക്കളെ. ഒന്നാമത്തെ പാർട്ടിന് നമ്മള് കാലിക്സ് എന്ന് പറയും. ഓക്കെ ടീച്ചർ വേറൊരു കളർ എടുക്കാം. ഈ കളർ കുറച്ച് ലൈറ്റ് കളറാണ്. ഒന്നാമത്തെ പാട്ടിന് എന്താ പറയാ മക്കളെ? കാലിക്സ്. ഓക്കെ കാലിക്സ് എന്നാണ് ഒന്നാമത്തെ പാട്ടിനെ പറയാ. രണ്ടാമത്തെ പാട്ടിന് നമുക്ക് കൊറോള എന്ന് പറയാൻ പറ്റും. കൊറോള ഏതൊക്കെയാന്ന് ടീച്ചർ കാണിച്ചു തരാം കേട്ടോ. മൂന്നാമത്തെ പാട്ടിനെ ആൻഡ്രീഷ്യം എന്താ പറയാൻ പറ്റുക? ആൻഡ്രീഷ്യം അല്ലെങ്കിൽ സ്റ്റെയ്മൻ. വെയിറ്റ് എ സെക്കൻഡ്. ആൻഡ്രീഷ്യം അല്ലെങ്കിൽ സ്റ്റെയ്മൻ എന്ന് പറയാൻ പറ്റും. മൂന്നാമത്തെ പാട്ടിന് ടീച്ചർ ഇവിടെ എഴുതുവാണേ. ആൻഡ്രീഷ്യം. ആൻഡ്രീഷ്യം. നാലാമത്തെ പാട്ടിനെ എന്താ വിളിക്കാൻ പറ്റുക? ഗൈനീഷ്യം. ഓക്കെ ഇത്രയും പാർട്സ് ആണ് മെയിൻലി 4 പാർട്സ് ആണ് പ്ലാന്റ്സിനുള്ളത്. ഇവിടെ നിങ്ങൾ വേറെ പേരുകളായിരിക്കും കാണുന്നുണ്ടാവുക. സെപ്പല്, പെറ്റല് അതൊന്നും കൺഫ്യൂഷൻ ആവണ്ട. അതായത് നിങ്ങൾ ഇവിടെ ഒരു ഇമേജിലേക്ക് നോക്കിയാൽ നിങ്ങൾക്ക് കാണാം. ഇവിടെ കണ്ടോ ഈ ഒരു ഗ്രീൻ കളർ നിങ്ങൾ ചെമ്പരത്തി പൂ മനസ്സിലാലോചിക്കുക. ചെമ്പരത്തി പൂവിന്റെ ഗ്രീൻ കളർ ക്യാപ്പ് ഭാഗമല്ലേ അടപ്പ് ഭാഗമല്ലേ? ഈ ഗ്രീൻ കളറിൽ ഈ ഒറ്റ ഒരെണ്ണത്തിനെ നമ്മൾ സെപ്പൽ എന്നാ വിളിക്കുക. അതിന്റെ ഈ ഒരു ഗ്രൂപ്പിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് കാലിക്സ് എന്നുള്ളത്. സോ സെപ്പൽസിന്റെ ഗ്രൂപ്പിനെയാണ് എന്തെന്ന് വിളിക്കുക? കാലിക്സ് എന്ന് പറയാം. ഇത് കണ്ടോ ഈ ഒരു ക്യാപ്പ് ലൈക്ക് സ്ട്രക്ചർ ഇതാണ് കാലിക്സ് എന്ന് പറയുന്നത്. കാലിക്സിന്റെ ഈ ഒരു ഒറ്റ ഒരു എതളിനെ വിളിക്കുന്ന പേരാണ് സെപ്പൽ എന്നുള്ളത്. മക്കൾ അത് ഓർത്തിരിക്കുക. ഒറ്റ ഒരു എതളിനെയാണ് സെപ്പൽ എന്ന് പറയാം. ഓക്കെ ഇനി നിങ്ങൾ ഫ്ലവേഴ്സിന്റെ കണ്ടിട്ടുണ്ടാവും കളേർഡ് ആയിട്ടുള്ള ചെമ്പരത്തിപ്പൂവിന്റെ ഒക്കെ റെഡ് കളർ ഭാഗമല്ലേ? അതിനെ നമ്മൾ എന്താ വിളിക്കുന്നതെന്ന് അറിയാമോ? യെസ് ഈ ഒരു ഒറ്റൊരു എതളിനെ വിളിക്കുന്ന പേരാണ് പെറ്റൽ. ഓക്കെ ഒറ്റൊരു എതളിനെ പെറ്റൽ എന്നാ വിളിക്കുക. ആ പെറ്റലിന്റെ ഒരു ഗ്രൂപ്പിനെ എന്താ വിളിക്കുന്നതെന്ന് അറിയാമോ? കൊറോള എന്നാ വിളിക്കുക. എന്താ വിളിക്കുക മക്കളെ? കൊറോള. പെറ്റൽസിന്റെ ഗ്രൂപ്പിനെയാണ് നമ്മൾ കൊറോള എന്ന് വിളിക്കുക. ഓർത്തിരിക്കുക. ഇനി പ്ലാന്റിന്റെ കേസിൽ പറയുകയാണെങ്കിൽ ഫ്ലവേഴ്സ് 2 ടൈപ്പ് ഉള്ളത്. ഏതൊക്കെയാന്ന് വെക്കുകയാണെങ്കിൽ ബൈസെക്ഷുവൽ ഫ്ലവറും ഉണ്ട്. പിന്നെ വരുന്നൊരു ഫ്ലവർ യൂണിസെക്ഷുവൽ ആണ്. ബൈസെക്ഷുവൽ എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് ബൈ മീനിങ് എന്താ മക്കളെ? ബൈ എന്ന് പറഞ്ഞാൽ 2 അല്ലെ? സോ ബൈസെക്ഷുവൽ എന്ന് പറഞ്ഞാൽ ഒരു ഫ്ലവറില് മെയിലും ഫീമെയിലും പാർട്ട് ഉണ്ടെങ്കിൽ മെയിലും ഫീമെയിലും പാർട്ട് റീപ്രൊഡക്ഷൻ വേണ്ടിയിരുന്ന മെയിലും ഫീമെയിലും ഒരു ഫ്ലവറിൽ തന്നെയാണെങ്കിൽ അതിനെ ബൈസെക്ഷുവൽ എന്ന് പറയും. യൂണിസെക്ഷൽ എന്ന് പറഞ്ഞാൽ ഒന്നെങ്കിൽ മെയിൽ അല്ലെങ്കിൽ ഫീമെയിൽ പാർട്ട് മാത്രമേ ഫ്ലവറിൽ ഉണ്ടാവുള്ളൂ. അങ്ങനെയുള്ള ഫ്ലവേഴ്സിനെ യൂണിസെക്ഷൽ എന്ന് പറയും. ഓക്കെ സോ നമുക്ക് നോക്കാം. കാലിക്സ് എന്താണ്? ഗ്രൂപ്പ് ഓഫ് സെപ്പൽസ്. സെപ്പൽസിന്റെ ഒരു ഗ്രൂപ്പാണ് കാലിക്സ് എന്ന് പറയാ. ഗ്രീൻ ഇൻ കളർ ആണ്. ഗ്രീൻ കളർ ആയതുകൊണ്ട് തന്നെ അവർ എന്തിനു ഹെൽപ്പ് ചെയ്യുന്നുണ്ടാവും? ഫോട്ടോസിന്തസിസ് എന്ന് പറയുന്ന പ്രോസസ് ഇവിടെ നടക്കാറുണ്ട് ചില പ്ലാന്റ്സിൽ എന്ന് നമ്മൾ പറയുന്നുണ്ട്. ഓക്കെ ഇനി കൊറോള എന്താണ്? ഗ്രൂപ്പ് ഓഫ് പെറ്റൽസ് ആണ്. പെറ്റൽസിന്റെ ഗ്രൂപ്പ് ആണ്. ബ്രൈറ്റ്ലി കളേർഡ് ആണ്. എന്തിനാ ഈ ബ്രൈറ്റ്ലി കളർ എന്നറിയാമോ? ബ്രൈറ്റ്ലി കളർ ആക്ച്വലി പോളിനേറ്റിംഗ് ഏജന്റ്സ് ലൈക്ക് ഹണി ബീസ് ബട്ടർഫ്ലൈസ് ഇവരെയൊക്കെ അട്രാക്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. ഇൻസെക്ട് പോളിനേറ്റഡ് ആയിട്ടുള്ള ഫ്ലവേഴ്സ് ആണ് മെയിൻലി ബ്രൈറ്റ് കളേർഡ് പെറ്റൽസ് ഒക്കെ ഉള്ളത്. ഇനി ആൻഡ്രീഷ്യം എന്ന് പറയുന്നത് ഈ കണ്ടോ ആൻഡ്രീഷ്യം എന്ന് പറയുന്നതാണ് മെയിൽ പാർട്ട്. ഈ ഇമേജ് കാണുന്നതാണ് മെയിൽ പാർട്ട് എന്ന് പറയുന്നത്. ആൻഡ്രീഷ്യം മെയിൽ റിപ്രൊഡക്റ്റീവ് പാർട്ട് ഓഫ് എ ഫ്ലവർ ആണ്. ആൻഡ്രീഷ്യത്തിൽ സ്റ്റെയ്മൻ എന്ന് പറയുന്ന പാർട്ട് ഉണ്ട് കേട്ടോ. ഈ കാണുന്നത് ആൻഡ്രീഷ്യത്തിന്റെ വേറൊരു പേരും കൂടി നമുക്ക് പറയാം സ്റ്റെയ്മനെ. അതായത് സ്റ്റെയ്മൻ നമുക്ക് എങ്ങനെ വരയ്ക്കാൻ പറ്റും അറിയാമോ? സ്റ്റെയ്മൻ ഇതുപോലുള്ള ഒരു കോല് പോലുള്ള ഒരു സ്ട്രക്ചർ ഉണ്ട്. കോല് പോലുള്ള സ്ട്രക്ചറിൽ അറ്റത്ത് 2 തൊപ്പി പോലുള്ള സ്ട്രക്ചർ ഉണ്ട്. ഇതാണ് ഒരു സ്റ്റെയ്മൻ എന്ന് പറയാ. ഇതിന്റെ ഈ ഒരു പാർട്ടിന് നമുക്ക് എന്തെന്ന് പറയാൻ പറ്റും അറിയാമോ? ഈ ഒരു കോല് പോലുള്ള സ്ട്രക്ചറിനെ ഫിലമെന്റ് എന്ന് പറയാം. ഒരു സ്റ്റെയ്മൻ അപ്പൊ ആരൊക്കെ ഉണ്ട്? ഫിലമെന്റ് ഉണ്ട്. തൊപ്പി പോലുള്ള ഹെഡിനെ എന്താ പറയാൻ പറ്റുക? ആന്തർ എന്ന് പറയാം. സോ ഒരു സ്റ്റെയ്മന് ആന്തറും ഉണ്ട് ഫിലമെന്റും ഉണ്ട്. ഓക്കെ ആന്തറും ഉണ്ട് ഫിലമെന്റും ഉണ്ട്. ഓക്കെ ഇതാണ് ഒരു മെയിൽ പാർട്ട് എന്ന് പറയാ. ഇവിടെ ഈ ഇമേജിൽ കണ്ടോ ഇതാണ് ആക്ച്വലി സ്റ്റെയ്മനുകൾ. ഇവിടെ എത്രണ്ണം ഉണ്ടോന്ന് കൗണ്ട് ചെയ്ത് നോക്കിക്കേ. 1 2 3 4 5 6 6 സ്റ്റെയ്മൻ ആണ് ഈ ഒരു ഇമേജിൽ നമുക്ക് കാണാൻ പറ്റുക. 6 സ്റ്റെയ്മൻസ് ആണ് ഇവിടെ നമുക്ക് കാണാൻ പറ്റുക. ഓർത്തിരിക്കണം. ഇനി ഫീമെയിൽ പാർട്ട് എന്ന് പറയുന്നതിന് നമുക്ക് ഗൈനീഷ്യം എന്ന് പറയാം. ഈ ഇമേജിൽ കണ്ടോ ദിസ് ഇസ് എ ഫീമെയിൽ പാർട്ട്. നിങ്ങൾ ഇവിടെ നോക്കുകയാണെങ്കിൽ കണ്ടോ ഈ പോയിരിക്കുന്നതിനെയാണ് എന്തെന്ന് പറയാ? ഫീമെയിൽ പാർട്ട് എന്ന് പറയാൻ പറ്റുക. ടീച്ചർ ഇതെല്ലാം ഒന്ന് റിമൂവ് ചെയ്തിട്ട് കാണിച്ചു തരാം. അപ്പൊ കുറച്ചുകൂടി ഈസി ആയിരിക്കും കാണാനായിട്ട് മനസ്സിലാക്കാൻ പറ്റും നിങ്ങൾക്ക് കുറച്ചുകൂടി മക്കളെ.
ഏത് കളർ എടുത്താലാ കുറച്ചുകൂടി മാച്ചിങ് ആവുക? യെസ്, നോക്കിക്കോളൂ. കണ്ടാ? ഈ വരയ്ക്കുന്നത് ഫുൾ എന്താണ്? അതേനാ, ഇതാണ് ഫീമെയിൽ പാർട്ട് എന്ന് പറയാ. ഓക്കെ. ഇതിന്റെ പേര് ഗൈനീഷ്യം എന്നാണ്, അല്ലെങ്കിൽ വേറൊരു പേരും കൂടി നമുക്ക് വിളിക്കാൻ പറ്റും. എന്താണെന്നറിയാമോ? പിസ്റ്റിൽ എന്ന് വിളിക്കാം. ഓക്കെ. ഗൈനീഷ്യം അല്ലെങ്കിൽ വേറൊരു പേര് നമുക്ക് വിളിക്കാൻ പറ്റുക പിസ്റ്റിൽ എന്നാണ് കേട്ടോ. പിസ്റ്റിൽ എന്നും കൂടി വിളിക്കാം. സോ ഗൈനീഷ്യം ഫീമെയിൽ റിപ്രൊഡക്റ്റീവ് പാർട്ട് ഓഫ് എ ഫ്ലവർ ആണ് നോൺ ആസ് പിസ്റ്റിൽ, അല്ലെങ്കിൽ വേറൊരു പേരും കൂടി ഉണ്ട്, കാർപ്പൽ. എന്താണ്? കാർപ്പൽ. ഓക്കെ. ഇവിടെ നമ്മള് ഈ പറയുന്ന ഗൈനീഷ്യം ടീച്ചർ ഒന്ന് വരച്ചു കാണിച്ചു തരാം. എങ്ങനെ വരയ്ക്കാൻ പറ്റുന്ന വെച്ചാൽ വളരെ സിമ്പിൾ ആണ്. ഗൈനീഷ്യം വരയ്ക്കാനായിട്ട് ഇവിടെ വരച്ചു കാണിച്ചു തരാം കേട്ടോ. യെസ്, ഇങ്ങനെയാണ് നമ്മള് ഗൈനീഷ്യം വരയ്ക്കുക. കണ്ടോ? ഈ കാണുന്ന ഇതിന്റെ ഈ ഒരു ക്യാപ്പ് പോലെയുള്ള മുകൾ ഭാഗത്തെ നമ്മൾ വിളിക്കുന്ന ഒരു പേരുണ്ട്. ഇതിന്റെ പേരാണ് സ്റ്റിഗ്മ. മുകൾ ഭാഗത്തെ സ്റ്റിഗ്മ എന്നാണ് വിളിക്കുക. ഈ ലോങ് ഫിലമെന്റിനെ നമ്മള് സ്റ്റൈൽ എന്നാണ് വിളിക്കുക കേട്ടോ. എന്താ വിളിക്കുക മക്കളെ? സ്റ്റൈൽ എന്നാണ് പറയുക. സ്റ്റൈൽ എന്നാണ് പറയുക. ഈ ഒരു ഭാഗത്തിന് നമ്മൾ ഓവറി എന്ന് പറയും. ഇതാണ് ഒരു ഗൈനീഷ്യത്തിന്റെ സ്ട്രക്ചർ, അല്ലെങ്കിൽ ഒരു പിസ്റ്റിലിന്റെ, ഒരു കാർപ്പലിന്റെ സ്ട്രക്ചർ ഇങ്ങനെ വരും. ഇവിടെ ആരൊക്കെയാ ഉള്ളതെന്ന് നോക്കിക്കേ. വെരി 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 ഇമ്പോർട്ടന്റ് ആണ്. സ്റ്റിഗ്മയുണ്ട്, സ്റ്റൈൽ ഉണ്ട്, ഓവറി ഉണ്ട്. ഓക്കെ. അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് പാർട്സ് ഓഫ് എ ഫ്ലവർ എന്ന് പറയുക. സോ ഫ്ലവേഴ്സ് രണ്ട് ടൈപ്പ് ഉണ്ട്, ബൈസെക്ഷൽ ആൻഡ് യൂണിസെക്ഷൽ. ഇനി ഫ്ലവേഴ്സിന്റെ പാർട്സ് പറയുമ്പോൾ ബൈസെക്ഷലിൽ ബോത്ത് മെയിൽ ആൻഡ് ഫീമെയിൽ സ്ട്രക്ചർ. ഈ ഒരു ഫ്ലവർ അപ്പൊ ബൈസെക്ഷൽ ആണോ യൂണിസെക്ഷൽ ആണോ? യെസ്. അപ്പൊ ഹിബിസ്കസ് ഒക്കെ എങ്ങനെയാണ് മക്കളെ? അവരെല്ലാരും ബൈസെക്ഷൽ ഫ്ലവേഴ്സ് ആണ്, ബിക്കോസ് അതിൽ ആൻഡ്രീഷ്യ ഉണ്ട്, ഗൈനീഷ്യ ഉണ്ട്. ഓക്കെ. നോക്കി വെക്കണം കേട്ടോ. കാലിക്സ്, കൊറോള, ആൻഡ്രീഷ്യം, ഗൈനീഷ്യം, ഇത്രയാണ് മെയിൻലി ഒരു ഫ്ലവറിന്റെ പാർട്സ് എന്ന് പറയുന്നത്. ഇനി നമുക്ക് മുന്നോട്ട് പോയി നോക്കാം. അതായത് നമ്മുടെ സെക്ഷൽ റീപ്രൊഡക്ഷൻ 3 ഇവന്റുകളിലായിട്ടാണ് നടക്കുക. ഓക്കെ. ഇപ്പൊ നമ്മൾ സെക്ഷൽ റീപ്രൊഡക്ഷൻ ഉള്ള ഓർഗൻ പഠിച്ചു, ഫ്ലവർ പഠിച്ചു, ഫ്ലവറിന്റെ പാർട്സ് പഠിച്ചു. സെക്ഷൽ റീപ്രൊഡക്ഷൻ ഇനി 3 ഇവന്റുകളിലായിട്ടാണ് നടക്കുക. ഇനി നമുക്ക് നോക്കാനുള്ളത് അത് ഏതൊക്കെയാണെന്നാണ്. പ്രീ ഫെർട്ടിലൈസേഷൻ ഇവന്റ് ഉണ്ട്, ഫെർട്ടിലൈസേഷൻ ഇവന്റ് ഉണ്ട്, പോസ്റ്റ് ഫെർട്ടിലൈസേഷൻ ഉണ്ട്. ഇത് നമ്മുടെ വെഡിങ്ങുമായിട്ട് നിങ്ങളൊന്ന് കണക്ട് ചെയ്താൽ മതി. നമ്മൾ കല്യാണത്തിന് മുമ്പ് ആദ്യം എന്താ ചെയ്യുന്നത്? കല്യാണത്തിന് മുമ്പ് ബ്രൈഡും ഗ്രൂമും കൂടി പോയിട്ട് പ്രീ വെഡിങ് ഫോട്ടോഷൂട്ട് നടത്തും, അല്ലെ? പ്രീ വെഡിങ് ഫോട്ടോഷൂട്ട് നടത്തും. അത് കഴിഞ്ഞാലോ, ഈ പ്രീ വെഡിങ് ഷൂട്ട് എന്ന് പറയുമ്പം കല്യാണത്തിന് ഒരു മുന്നൊരുക്കമാണ് അവർ ചെയ്യുക. അത് കഴിഞ്ഞാൽ കല്യാണം എന്ന് പറയുന്ന അവരുടെ ഒരു മെയിൻ ഇവന്റ് നടക്കും. അത് കഴിഞ്ഞ് കല്യാണം കഴിഞ്ഞിട്ടോ, കല്യാണം കഴിഞ്ഞിട്ട് പിന്നെ പോസ്റ്റ് വെഡിങ് ഫോട്ടോഷൂട്ട് ആയിരിക്കും. കല്യാണം കഴിഞ്ഞതിന്റെ കുറച്ച് വിശേഷങ്ങളായിരിക്കും വരുന്നുണ്ടാവുക, അല്ലെ? സോ ഇങ്ങനെ 3 രീതിയിൽ നമ്മൾ വെഡിങ് ഫോട്ടോഷൂട്ട് നടത്തുന്നത്: പ്രീ വെഡിങ്, വെഡിങ്, പോസ്റ്റ് വെഡിങ്. അതുപോലെ തന്നെയാണ് സെക്ഷൽ റീപ്രൊഡക്ഷന്റെ കേസിലും. അവിടെ എന്തൊക്കെയുണ്ട്? പ്രീ ഫെർട്ടിലൈസേഷൻ ഇവന്റ്സ് ഉണ്ട്, ഫെർട്ടിലൈസേഷൻ ഇവന്റുകൾ ഉണ്ട്, പോസ്റ്റ് ഫെർട്ടിലൈസേഷൻ ഇവന്റ് ഉണ്ട്. ഫെർട്ടിലൈസേഷൻ എന്ന് വെച്ചാൽ എന്താണെന്ന് ആദ്യം മനസ്സിലാക്കണം. It is a fusion of gametes. Gametesന്റെ ഫ്യൂഷനെയാണ് എന്തെന്ന് പറയുക? ഫെർട്ടിലൈസേഷൻ എന്ന് പറഞ്ഞാൽ. ഗാമേറ്റ് എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് ഓൾറെഡി അറിയാമായിരിക്കുമല്ലോ. മെയിൽ ഗാമേറ്റും ഉണ്ട്, ഫീമെയിൽ ഗാമേറ്റും ഉണ്ട്. ഗാമേറ്റ്സ് എന്ന് പറയുകയാണെങ്കിൽ ഒരു സെക്ഷൽ റീപ്രൊഡക്ഷനിൽ മെയിലും ഫീമെയിലും പാരന്റ്സിന്റെ കോൺട്രിബ്യൂഷൻ ആണ് ഗാമേറ്റ്സ് എന്ന് പറയുക. അപ്പൊ ഹ്യൂമൻ ബീങ്സിന്റെ കേസിലാണെങ്കിൽ സ്പെർം ഒരു മെയിൽ ഗാമേറ്റ് ആണ്. ഓക്കെ. അതുപോലെ തന്നെ ഫീമെയിൽ ഗാമേറ്റ് വരുന്നത് ഓവം എന്ന് പറയുന്നത്, അല്ലെങ്കിൽ എഗ് എന്ന് പറയുന്നത് ഒരു ഫീമെയിൽ ഗാമേറ്റ് ആണ് ഹ്യൂമൻ ബീങ്സിന്റെ കേസിൽ. ഓക്കെ. പ്ലാന്റ്സിന്റെ കേസിൽ നമുക്ക് നോക്കാം എങ്ങനെയാണെന്ന് നോക്കാം. അപ്പൊ പ്രീ ഫെർട്ടിലൈസേഷൻ ഇവന്റ്, അതായത് അതായത് ഈ പറയുന്ന സെക്ഷൽ റീപ്രൊഡക്ഷൻ പ്ലാന്റ്സിന്റെ കല്യാണത്തിന് മുമ്പ് എന്തൊക്കെ പരിപാടികളാണ് നടക്കുന്നതെന്ന് നമുക്കൊന്ന് നോക്കാം. അപ്പൊ പ്രീ ഫെർട്ടിലൈസേഷൻ ഇവന്റിൽ മെയിൻലി നമുക്ക് പഠിക്കാനുള്ളത് ഈ പറയുന്ന നമ്മൾ പറഞ്ഞില്ലേ, ആൻഡ്രീഷ്യോ ആണെങ്കിലും ഗൈനീഷ്യോ ആണെങ്കിലും ഇവരുടെ സ്ട്രക്ചറുകളാണ് പഠിക്കാനുള്ളത്. സോ ഇന്നത്തെ ക്ലാസ്സിൽ ടീച്ചർ മെയിൽ സ്ട്രക്ചർ ആണ് പഠിപ്പിച്ചു തരിക, അതായത് മെയിൽ റിപ്രൊഡക്റ്റീവ് പാർട്ടിനെ കുറിച്ചാണ് പഠിപ്പിച്ചു തരിക. അടുത്ത ക്ലാസ്സിലാണ് ഫീമെയിലേക്ക് പോവുക. അപ്പം ഒരു സ്റ്റേമൻ അല്ലെങ്കിൽ ഒരു ആൻഡ്രീഷ്യത്തിന്റെ സ്ട്രക്ചർ എങ്ങനെയാന്ന് നോക്കാം. ഒരു സ്റ്റേമനിൽ ആകെ 2 പാർട്ടുകളാണ് ടീച്ചർ ആദ്യമേ പറഞ്ഞിരുന്നു. ഫിലമെന്റും ഉണ്ട്, ആന്തറും ഉണ്ട്. ഈ കാണുന്ന ഈ സ്റ്റോക്ക് ലൈക്ക് സ്ട്രക്ചറിനെയാണ് മക്കൾ നമ്മൾ എന്തെന്ന് പറയാ? ഫിലമെന്റ് എന്ന് പറയാ. സോ ഒരു ആൻഡ്രീഷ്യത്തിന് എന്താ ഉള്ളത്? ആദ്യം ഒരു ഫിലമെന്റ് ഉണ്ട്, അതുപോലെ തന്നെ ആന്തറും ഉണ്ട്. ഫിലമെന്റിന്റെ ഫംഗ്ഷൻ നോക്കിക്കോളൂ. ഇവർ സ്റ്റെറൈൽ ആണ്. സ്റ്റെറൈൽ എന്ന് പറഞ്ഞാൽ ഇവർക്ക് ഈ ഫിലമെന്റ് എന്ത് ചെയ്യുന്നില്ല? റീപ്രൊഡ്യൂസ് ചെയ്യാൻ ഹെൽപ്പ് ചെയ്യുന്നില്ല. ഇവർ ഒരു കണക്ഷൻ മാത്രമേ ചെയ്തു കൊടുക്കുന്നുള്ളൂ. അതായത് നിങ്ങൾ ഈ ഒരു ഇമേജിലേക്ക് നോക്കി നിങ്ങൾക്ക് അറിയാം, ഈ കണ്ടോ? അതായത് ഈ പാർട്സ് എല്ലാം, ഈ 4 പാർട്സ്, ഈ പറയുന്ന സെപ്പൽ ആയിക്കോട്ടെ, പെറ്റൽ ആയിക്കോട്ടെ, സ്റ്റേമൻ ആയിക്കോട്ടെ, ഗൈനീഷ്യോ ആയിക്കോട്ടെ, ഇവരെല്ലാരും ഈ പറയുന്ന തലാമസ് എന്ന് പറയുന്ന ഭാഗം, ഈ ഒരു ഭാഗം ഇരിപ്പിടമാണ് കേട്ടോ. പുഷ്പാസനം എന്നൊക്കെ നമ്മൾ മലയാളത്തിൽ പറയും. ഓക്കെ. ഈ ഭാഗത്തു നിന്നാണ് സ്റ്റാർട്ട് ചെയ്യുക. സോ ഈ ഒരു തലാമസിലേക്ക് ഈ സ്റ്റെയിമിനെ കണക്ട് ചെയ്യുന്ന ഭാഗമാണ് എന്തെന്ന് പറയാ? ഫിലമെന്റ് എന്ന് പറയാ. ഓക്കെ. സോ ഫിലമെന്റ് സ്റ്റെറൈൽ ആണ്, വിച്ച് കണക്ട് ദ ആന്തർ ടു ദ തലാമസ്. ഒന്നെങ്കിൽ തലാമസിലേക്ക് ആയിരിക്കും, അല്ലെങ്കിൽ പെറ്റൽസിലേക്ക് കണക്ട് ചെയ്യുന്ന ഭാഗമാണ് ഫിലമെന്റ് എന്ന് പറയാ. ഇനി ആന്തർ എന്ന് പറഞ്ഞ
ഇവിടെയാണ് പോളൻ ഗ്രെയിൻസ്. അതായത് നമ്മൾ പറഞ്ഞില്ലേ മെയിൽ ഹ്യൂമൻ ബീങ്സിന്റെ കേസിലെ മെയിലിൽ സ്പെർം ആണ് മെയിൽ ഗാമേറ്റ് എന്ന് പറയില്ലേ. അതുപോലെ ഇവിടെ മെയിൽ ഗാമേറ്റിനെ വഹിച്ചുകൊണ്ട് വരുന്ന ഒരു ഭാഗമാണ് നമ്മുടെ പോളൻ ഗ്രെയിൻ എന്ന് പറയുന്നത്. സോ ആ ഒരു പോളൻ ഗ്രെയിൻ എവിടെയാ ഫോം ചെയ്യുക? ഈ ആന്തറിന്റെ ഉള്ളിലാണ് പോളൻ ഗ്രെയിൻസ് ആർ ഫോംഡ്. ഓക്കെ. സോ ആന്തർ ഇവിടെ നമുക്ക് നോക്കിയാൽ അറിയാം. ആന്തർ ടീച്ചർ ജസ്റ്റ് ഒന്ന് വരച്ചു കാണിച്ചു തരാം. ഓക്കെ, ഇതതിന്റെ ഫിലമെന്റ്. ഓക്കെ, എല്ലാവരും ഇവിടെ ശ്രദ്ധിക്കുക കേട്ടോ. ഇതാണ് ഇതിന്റെ ആന്തർ എന്ന് പറയാ. സോ ഈ ആന്തർ ഈ ഒരു ഇമേജിൽ വളരെ ക്ലിയർ ആണ്. ഇതൊരു ബൈ ലോബ്ഡ് ആയിട്ടുള്ള ആന്തർ ആണ്. കണ്ടോ, ഒരു ലോബ്, രണ്ടാമത്തെ ലോബ്, രണ്ട് ലോബ് ഉള്ളതുകൊണ്ട് തന്നെ ഇതൊരു ബൈ ലോബ്ഡ് ആന്തർ ആണ്. കണ്ടോ, ഇങ്ങനെയല്ലേ വരയ്ക്കുക. സോ ഇതൊരു ബൈ ലോബ്ഡ്, രണ്ട് ലോബ് ഉള്ള ഒരു ആന്തർ ആണ്. ഓരോ ലോബിലും എന്തുണ്ട്? തീക്കാസ് ഉണ്ട്. തീക്ക എന്ന് പറയുകയാണെങ്കിൽ ക്യാവിറ്റി ആണ്. ഓരോ ലോബിലും ഇത് കണ്ടോ, ഓരോ ക്യാവിറ്റി ഉണ്ട്. ഒരു ലോബില് രണ്ട് ക്യാവിറ്റി ആണ് ഉള്ളത്. സോ ഇങ്ങനെയുള്ള ആന്തറിനെ നമ്മൾ ഡൈതീക്കസ് ആന്തർ എന്നാണ് പറയാ. സോ രണ്ട് ലോബിലും കൂടിയോ ടോട്ടൽ 4 ക്യാവിറ്റി. നിങ്ങൾ ഇവിടെ കണ്ടാൽ അറിയാം, 1, 2, 3, 4. മനസ്സിലായോ? സോ ഇവിടെ ഈ ഒരു ആന്തർ ഡൈതീക്കസ് ആണ്. ഓരോ ലോബിലും എന്തുണ്ട്? രണ്ട് തീക്കാസ് വീതമുണ്ട്. സോ ഈച്ച് തീക്ക ഹാസ് 2 മൈക്രോസ്പൊറാൻജിയ. ഈ ഓരോ തീക്കയുടെ ഉള്ളിലും ആരുണ്ടെന്ന് അറിയാമോ? മൈക്രോസ്പൊറാൻജിയ എന്ന് പറഞ്ഞിട്ട് ഒരു സ്ട്രക്ചർ ഉണ്ട്. അതിന്റെ ഉള്ളിലാണ് മക്കളെ എന്ത് ഫോം ചെയ്യുക? നമ്മുടെ പോളൻ ഗ്രെയിൻ ഫോം ചെയ്യുക. ക്ലിയർ ആണല്ലോ? ക്ലിയർ ആണല്ലോ? ഈ മൈക്രോസ്പൊറാൻജിയയുടെ ഉള്ളിലാണ് പോളൻ ഗ്രെയിൻ ഫോം ചെയ്യുക. ഈച്ച് മൈക്രോസ്പൊറാൻജിയം ഡെവലപ്പ് ആൻഡ് ബിക്കം ദ പോളൻ സാക്ക്. പോളൻ ഗ്രെയിനിന്റെ വീടായിട്ട് ഇവർ മാറും. പോളൻ സാക്ക് ആയിട്ട് ഈ മൈക്രോസ്പൊറാൻജിയം മാറും. ഓക്കെ, അതിന്റെ ഉള്ളില് മൈക്രോസ്പോർസ് അല്ലെങ്കിൽ പോളൻ ഗ്രെയിന്റെ വേറെ പേരാണ് മൈക്രോസ്പോർ എന്ന് പറയുന്നത്. ആ പോളൻ ഗ്രെയിൻ ഫോം ചെയ്യും. അപ്പൊ മനസ്സിലായോ? ഒരു ഒരു പറയുന്ന സ്റ്റേമൻ എന്തുണ്ട്? ഫിലമെന്റും ഉണ്ട്, ആന്തറും ഉണ്ട്. ആന്തറിന്റെ ഉള്ളിൽ മൈക്രോസ്പൊറാൻജിയ ഉണ്ട്. അതിന്റെ ഉള്ളിലാണ് മൈക്രോസ്പോർസ് അല്ലെങ്കിൽ പോളൻ ഗ്രെയിൻ ഫോം ചെയ്യുക. മുന്നോട്ട് പോകുമ്പോൾ നമുക്ക് ഈ മൈക്രോസ്പൊറാൻജിയത്തിന്റെ സ്ട്രക്ചർ പഠിക്കാനുണ്ട്. എ ടിപ്പിക്കൽ മൈക്രോസ്പൊറാൻജിയം അപ്പിയേഴ്സ് നിയർ സർക്കുലർ ഇൻ ഔട്ട്ലൈൻ. കണ്ടോ, ഇതുപോലെയാണ് മൈക്രോസ്പൊറാൻജിയം. 4 മൈക്രോസ്പൊറാൻജിയാണ് ഇവിടെ വരുന്നത് അല്ലെ. ഇതുപോലെയാണ് മൈക്രോസ്പൊറാൻജിയ. ഇതൊരു ആന്തറിന്റെ സ്ട്രക്ചർ ആണ് മക്കളെ നമ്മൾ ഇവിടെ കൊടുത്തിട്ടുള്ളത്. ഒരു ആന്തറിന് 4 ലെയേഴ്സ് ആണ് മെയിൻലി ഉള്ളത്. 4 ലെയേഴ്സ് ഉണ്ട് ഇവിടെ. നിങ്ങൾക്ക് ഇമേജിൽ വളരെ ക്ലിയർ ആണ്. ഏറ്റവും ഔട്ടർ ലെയറിനെ നമുക്ക് എന്താ വിളിക്കാൻ പറ്റുക? എപ്പിഡെർമിസ് എന്ന് പറയുന്ന ഏറ്റവും ഔട്ടർ ലെയർ. കണ്ടോ, ഇവിടുന്ന് അത് സ്റ്റാർട്ട് ചെയ്യാം. ഓക്കെ, സെക്കൻഡ് ലെയർ ആയിട്ട് വരുന്നത് ഏതാണ്? എൻഡോതീസിയം എന്നാണ് സെക്കൻഡ് ലെയറിന്റെ പേര്. എൻഡോതീസിയം. ഓക്കെ, ഇനി മൂന്നാമത്തെ ലെയറിന്റെ പേരെന്താ? മിഡിൽ ലെയർ എന്നാണ് മൂന്നാമത്തെ ലെയറിന്റെ പേര്. മിഡിൽ ലെയർ. നാലാമത്തെ ലെയറിന്റെ പേരെന്താ മക്കളെ? ഈ കാണുന്ന ലെയർ ടപ്പീറ്റം എന്നാണ് പറയാ. ടപ്പീറ്റം. ഇങ്ങനെ 4 ലെയേഴ്സ് ആണ് ആർക്കുള്ളത്? നമ്മുടെ നമ്മുടെ ആന്തറിനുള്ളത്. ഇതില് നിങ്ങൾ നോക്കിക്കോളൂ. ഇറ്റ് ഇസ് ജനറലി സറൗണ്ടഡ് ബൈ 4 വാൾ ലെയേഴ്സ്. ഏതൊക്കെയാണ്? എപ്പിഡെർമിസ്, എൻഡോതീസിയം, മിഡിൽ ലെയർ, ടപ്പീറ്റം. ഓക്കെ, ഇതിൽ ഔട്ടർ 3 വാൾ ലെയേഴ്സ് പെർഫോം ദ ഫംഗ്ഷൻ ഓഫ് പ്രൊട്ടക്ഷൻ. അതായത് ഈ പറയുന്ന എപ്പിഡെർമിസും എൻഡോതീസിയവും മിഡിൽ ലെയറും ചെയ്യുന്ന ഫംഗ്ഷൻ എന്താണ്? പ്രൊട്ടക്ഷൻ ആണ് ചെയ്യുക. അതിന്റെ കൂടെ തന്നെ ആന്തർ ഡെഹിസൻസിനെ ഹെൽപ്പ് ചെയ്യുന്നു. അതായത് ആന്തർ പൊട്ടി പോളൻ വെളിയിൽ വരാനായിട്ട് ഹെൽപ്പ് ചെയ്യുന്നു എന്നും കൂടിയാണ് പറയാ. അപ്പം ഏറ്റവും ഉള്ളിലെ ലെയറിന് നമ്മുടെ ടപ്പീറ്റം എന്തായിരിക്കും ചെയ്യുന്നുണ്ടാവുക? ദ ഇന്നർ മോസ്റ്റ് വാൾ ലെയർ ഇസ് ദ ടപ്പീറ്റം. ടപ്പീറ്റം എന്ന് പറയുന്ന ഇന്നർ മോസ്റ്റ്, ഈ കാണുന്ന ലെയർ കണ്ടോ, ഈ കാണുന്ന ലെയർ, ഈ കാണുന്ന ലെയർ. ഓക്കെ, സോ ഈ കാണുന്ന ലെയറിന്റെ ഫംഗ്ഷൻ എന്താന്ന് വെക്കുകയാണെങ്കിൽ ഇറ്റ് നറിഷസ് ദ ഡെവലപ്പിംഗ് പോളൻ ഗ്രെയിൻ. ഇതിന്റെ ഉള്ളിൽ വളർന്നു വരുന്ന പോളൻ ഗ്രെയിനെ നറിഷ് ചെയ്യുക എന്നുള്ള ഫംഗ്ഷൻ ആണ് ടപ്പീറ്റം ചെയ്യുക. സോ ഒരു ആന്തറിന്റെ സ്ട്രക്ചർ പഠിക്കുക. ഇതൊരു ബട്ടർഫ്ലൈ പോലെ ഇരിക്കുന്നു. അതുപോലെ 4 ലെയേഴ്സ് ഉണ്ട്. 3 ലെയേഴ്സ് പ്രൊട്ടക്ഷന് വേണ്ടിയിട്ട് അവരുടെ പേര് പഠിക്കുക. എപ്പിഡെർമിസ്, എൻഡോതീസിയം ആൻഡ് മിഡിൽ ലെയേഴ്സ്. ടപ്പീറ്റം എന്ന് പറയുന്നത് എന്തിനു വേണ്ടിയിട്ടാണ്? ഇറ്റ് ഈസ് ഫോർ നറിഷിംഗ് ദ പോളൻ ഗ്രെയിൻസ്. ഓക്കെ, സോ മുന്നോട്ട് പോകുമ്പോൾ നമുക്ക് നോക്കാം. വെൻ ദ ആന്തർ ഇസ് യങ്. ആന്തർ യങ് ആയിരിക്കുന്ന സമയത്ത് അതിന്റെ നടുക്ക് ഹോമോജനസ് ആയിട്ടുള്ള കോമ്പാക്ട്ലി അറേഞ്ച് ചെയ്ത് കുറച്ച് ടിഷ്യൂസ് ഉണ്ട്. അവരെ നമ്മൾ സ്പോറോജനസ് ടിഷ്യൂസ് എന്നാണ് വിളിക്കുക. കണ്ടോ, ഈ നടുക്ക് കാണുന്ന ടിഷ്യൂസ് കണ്ടോ, ഇവരെ നമ്മൾ എന്താ വിളിക്കുക? സ്പോറോജനസ് ടിഷ്യൂസ് എന്നാണ് പറയുക. ആന്തർ യങ് ആയിരിക്കുമ്പോൾ ഈ ഒരു സെൽസ് ഇവിടെ ഇങ്ങനെ നടുക്ക് വന്ന് ഫോം ചെയ്യും, ഒരേപോലുള്ള ഹോമോജനസ് ടിഷ്യൂസ്. അതിന് സ്പോറോജനസ് ടിഷ്യൂസ് എന്ന് പറയും. ഓക്കെ, ഇവരാണ് എന്ത് ചെയ്യുന്നത്? ഒക്യുപ്പൈസ് സെന്റർ ഓഫ് ഈച്ച് മൈക്രോസ്പൊറാൻജിയം. എല്ലാ മൈക്രോസ്പൊറാൻജിയത്തിന്റെ നടുക്ക് വന്നിരിക്കുന്നത്. ഇനി ഇവിടെ നടക്കുന്ന ഒരു പ്രോസസ്സാണ് നമ്മൾ പറയുക. നമ്മൾ പറഞ്ഞു പോളൻ ഗ്രെയിനെ വിളിക്കുന്ന വേറൊരു പേരെന്താ മക്കളെ? പോളൻ ഗ്രെയിനെ വിളിക്കുന്ന വേറൊരു പേരാണ് മൈക്രോസ്പോർ. എന്താ വിളിക്കുക? മൈക്രോസ്പോർ എന്നാ വിളിക്കുക. സോ ആ മൈക്രോസ്പോറിന്റെ ഫോർമേഷനെ നമ്മൾ വിളിക്കുന്ന പേരാണ് മൈക്രോസ്പോറോജനസിസ്. ഓക്കെ, സോ എങ്ങനെയാണ് ഈ മൈക്രോസ്പോറോജനസിസ് എന്ന് പറയുന്ന പ്രോസസ് നടന്ന് മൈക്രോസ്പോർ അല്ലെങ്കിൽ പോളൻ ഗ്രെയിൻ ഫോം ചെയ്യാൻ നമുക്ക് നോക്കണം. ആസ് ദ ആന്തർ ഡെവലപ്പ് ചെയ്യുമ്പോൾ ദ സെൽസ് ഓഫ് ദ സ്പോറോജനസ് ടിഷ്യൂസ് അണ്ടർഗോ മിയോട്ടിക് ഡിവിഷൻ.
ഈ സ്പോറോജിനസ് ടിഷ്യൂസ് ഇങ്ങനെ നടുക്ക് വന്നിരിക്കുന്നത് വെറുതെ അല്ല. ഇവരെന്ത് പ്രോസസ്സാ നടത്തുന്നേ? മിയോസിസ് എന്ന് പറയുന്ന പ്രോസസ്സ് നടത്തുന്നുണ്ട്. മിയോസിസ് എന്ന് പറയുമ്പം നിങ്ങക്ക് അറിയായിരിക്കും മൈറ്റോസിസും മിയോസിസും. മൈറ്റോസിസ് എന്ന് പറഞ്ഞാ എന്താ മക്കളെ? മൈറ്റോസിസ് എന്ന് പറയുന്ന പ്രോസസ്സ് നമുക്കറിയാം. ഒരു സെല്ലിനെ ഈക്വലി ഡിവൈഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് മൈറ്റോസിസ് വരാ. നമ്മുടെ നോർമൽ ബോഡി സെൽസില് സെല്ലിന്റെ റിപ്പയറിങ്ങിന്, ഗ്രോത്തിനൊക്കെ മൈറ്റോസിസാ നടക്കുക. അതായത് സപ്പോസ് ക്രോമോസോം നമ്പർ ഒരു 46 ആയിട്ടുള്ള സെല്ല് ഡിവൈഡ് ചെയ്യുകയാണെങ്കിൽ മൈറ്റോസിസ് വഴി 2 സെല്ലുകൾ, പുതിയ സെല്ലുകളാ ഫോം ചെയ്യുക. 46 തന്നെയായിരിക്കും ക്രോമോസോം നമ്പർ അതിന്റെയും വരിക. മിയോസിസ് എന്ന് പറയുമ്പം റിഡക്ഷണൽ ഡിവിഷൻ ആണ്. അതായത് ക്രോമോസോം നമ്പർ 46 ആയിട്ടുള്ള ഒരു സെല്ല് 4 ഡോട്ടർ സെൽസ് ആയിട്ടാ ഫോം ചെയ്യുക. ആ 4ഉം നേരെ ഹാഫ് ആയിരിക്കും. 46ന്റെ പകുതി 23 ആയിരിക്കും ഉണ്ടാവുക. ഞാൻ ജസ്റ്റ് ഒരു നമ്പർ വെച്ചിട്ട് ഇവിടെ പറഞ്ഞു തന്നത് നിങ്ങക്ക് മനസ്സിലാവാൻ വേണ്ടിയിട്ടാണ്. മൈറ്റോസിസും മിയോസിസ് മെയിൻലി റീപ്രൊഡക്ഷനിലാണ് നടക്കുക. സോ ഇവിടെ ഈ ഒരു പ്രോസസ്സിൽ നിങ്ങൾക്ക് കണ്ടാൽ അറിയാം സ്പോറോജനസ് ടിഷ്യൂസ് എന്താണ് ഫോം ചെയ്യുക? മിയോട്ടിക് ഡിവിഷൻ ആണ് ഫോം ചെയ്യുക. മിയോട്ടിക് ഡിവിഷൻ എന്ന് പറയുമ്പോൾ സ്പോറോജനസ് ടിഷ്യൂസ് എന്തായിട്ടാണ് ഡിവൈഡ് ചെയ്യുന്നത്? നേരെ ഹാഫ് ആയിട്ടുള്ള 4 സെല്ലുകളായിട്ടാണ് ഡിവൈഡ് ചെയ്യുക. ഓക്കെ. സോ മൈക്രോസ്പോർ ടെട്രാഡ് എന്നാണ് പറയുക. അപ്പൊ നിങ്ങൾ ഇവിടെ മനസ്സിലാക്കേണ്ട കാര്യം, നമ്മുടെ സ്പോറോജനസ് ടിഷ്യൂസ് എന്ത് ചെയ്യുന്നു? മിയോസിസ് ഡിവിഷൻ വഴി 4 പുതിയ ടിഷ്യൂസ് ഫോം ചെയ്യുന്നു. അവരെ നമ്മൾ വിളിക്കുന്ന പേരാണ് മൈക്രോസ്പോർ ടെട്രാഡ്. As each cell of the sporogenous tissue is capable of giving rise to microspore tetrad, each one is a potential pollen or microspore mother cell. എന്താ ഇവിടെ പറയുന്നത് നോക്കിക്കേ. ഓരോ സ്പോറോജിനസ് ടിഷ്യൂസും എന്താവാനുള്ള എബിലിറ്റി ഉണ്ട്? ഈ ഓരോ സ്പോറോജിനസ് ടിഷ്യൂസിനും 4 ഡോട്ടർ സെൽസ്, മൈക്രോസ്പോർ ടെട്രാഡ് ഫോം ചെയ്യാനുള്ള എബിലിറ്റി ഉണ്ട്. ഓരോന്നിനും ഇതുപോലെയുള്ള എബിലിറ്റി ഉണ്ട്. 4 എണ്ണം വീതം ഫോം ചെയ്യാനുള്ള എബിലിറ്റി ഉണ്ട്. സോ നമ്മൾ ഈ ഓരോ സ്പോറോജിനസ് ടിഷ്യൂസിനെ എന്താ വിളിക്കുക? ആ പൊട്ടൻഷ്യൽ പോളൻ മദർ സെൽ എന്നോ അല്ലെങ്കിൽ മൈക്രോസ്പോർ മദർ സെൽ എന്നോ ആണ് നമ്മൾ ഇവരെ വിളിക്കുക. സോ ദ പ്രോസസ് ഓഫ് ഫോർമേഷൻ ഓഫ് മൈക്രോസ്പോർ ഫ്രം പോളൻ മദർ സെൽ, PMC എന്നൊരു കുഞ്ഞു ഓമന പേരൊക്കെ ഇട്ട് വിളിക്കാം, പോളൻ മദർ സെൽ. അപ്പൊ മൈക്രോസ്പോർ പോളൻ മദർ സെല്ലിൽ നിന്ന് ഫോം ചെയ്യുന്ന, പോളൻ മദർ സെൽ എന്ന് പറഞ്ഞാൽ നമ്മുടെ സ്പോറോജനസ് ടിഷ്യൂസ് തന്നെ വിളിക്കുന്ന പേരാണ്. ഓക്കെ. അതിൽ നിന്ന് ഫോം ചെയ്യുന്ന പ്രോസസ്സിനാണ് എന്തെന്ന് പറയുക? മൈക്രോസ്പോറോജനസിസ് എന്ന് പറയാ. സോ ദ പ്രോസസ് ഓഫ് ഫോർമേഷൻ ഓഫ് മൈക്രോസ്പോർസ് ഫ്രം എ പോളൻ മദർ സെൽ ത്രൂ മിയോസിസ് ഇസ് കോൾഡ് മൈക്രോസ്പോറോജനസിസ്. ക്ലിയർ അല്ലേ മക്കളെ? പോളൻ ഗ്രെയിൻ എങ്ങനെയാ ഫോം ചെയ്യുന്നതെന്ന്? വെരി ഗുഡ്. ഇനി നമുക്ക് നോക്കാം. ഈ മൈക്രോസ്പോർ ടെട്രാഡ് ആയിട്ടാണ് ഇപ്പൊ ഇത് ഫോം ചെയ്യുക. അതുപോലെ 4 എണ്ണം ആയിട്ടാണ് ഫോം ചെയ്തിരിക്കുക. ഇതിൽ നിന്ന് എങ്ങനെയാണ് പോളൻ ഗ്രെയിൻ റിലീസ് ചെയ്യുക? സോ ദ മൈക്രോസ്പോർ as they are formed are arranged in a cluster of 4 cells of microspore tetrad. അതായത് ഇതുപോലെ 4 എണ്ണം കൂടിയിട്ടാണ് ഇരിക്കുക. ഇവരെ എങ്ങനെ ബ്രേക്ക് ചെയ്യാം? ആസ് ദ ആന്തർ മെച്ചുവർ ആവുമ്പോൾ എന്താ സംഭവിക്കുക? മെച്ചുവർ ആൻഡ് ഡീഹൈഡ്രേറ്റഡ് ആവുമ്പോൾ എന്താ സംഭവിക്കുക? മൈക്രോസ്പോസ് ഡിസോസിയേറ്റ് ചെയ്യും ഫ്രം ഈച്ച് അതർ ആൻഡ് ഡെവലപ്പ് ഇൻ ടു പോളൻ ഗ്രെയിൻ. അത് ഡിസോസിയേറ്റ് ചെയ്ത് പോളൻ ഗ്രെയിൻ ആയിട്ട് ഓരോന്നും ഡെവലപ്പ് ചെയ്യും. ഓക്കെ. ഓരോന്നും ഓരോരോ പോളൻ ഗ്രെയിൻസ് ആയിട്ട് സെപ്പറേറ്റ് ചെയ്ത് മാറും. ഇൻസൈഡ് ഈച്ച് മൈക്രോസ്പൊറാഞ്ചിയം, ഓരോ മൈക്രോസ്പൊറാഞ്ചിയത്തിന്റെ ഉള്ളിൽ എന്താണ്? സെവറൽ തൗസൻഡ്സ് ഓഫ് മൈക്രോസ്പോസ് ഓർ പോളൻ ഗ്രെയിൻസ് ആർ ഫോംഡ്. തൗസൻഡ്സ് ഓഫ് മൈക്രോസ്പോസ് അല്ലെങ്കിൽ പോളൻ ഗ്രെയിൻസ് ആണ് ഫോം ചെയ്യുന്നത്. ആന്തർ പൊട്ടി വെളിയിലേക്ക് വരുമ്പോഴോ ഓരോ പോളൻ ഗ്രെയിൻസും വെളിയിലേക്ക് വന്നുകൊണ്ടേയിരിക്കും. ക്ലിയർ ആണല്ലോ ആ ഒരു പ്രോസസ്? ഇനി നമുക്ക് മുന്നോട്ട് പോയി നോക്കാം. എന്താണ് പോളൻ ഗ്രെയിൻ ആണ് നമുക്ക് നോക്കാനുള്ളത്. ഇത്രയും നേരം നമ്മൾ പോളൻ ഗ്രെയിൻ എങ്ങനെ ഫോം ചെയ്യുന്നു പഠിച്ചു. നൗ വി നീഡ് ടു നോ ദാറ്റ് വാട്ട് ഇസ് എ പോളൻ ഗ്രെയിൻ ആൻഡ് വാട്ട് ഇസ് ദ സ്ട്രക്ചർ ഓഫ് എ പോളൻ ഗ്രെയിൻ. നിങ്ങൾ ഇവിടെ ഒരു ഇമേജ് കണ്ടാൽ വിചാരിക്കും ഈ ടീച്ചർ എന്താ പോളൻ ഗ്രെയിൻ എന്ന് പറഞ്ഞിട്ട് കൊറോണ വൈറസിനെയൊക്കെ കൊണ്ടുവന്നിട്ടുള്ളത്. ഇത് കൊറോണ വൈറസ് അല്ല മക്കളെ, പോളൻ ഗ്രെയിൻ തന്നെയാണ് കേട്ടോ. സോ പോളൻ ഗ്രെയിൻ എന്ന് പറയുന്നതാണ് മെയിൽ ഗ്യാമറ്റോഫൈറ്റ് എന്ന് പറയാം. ഓക്കെ. മെയിൽ ഗ്യാമറ്റോഫൈറ്റിന്റെ ഉള്ളിലാണ് ആരുള്ളത്? മെയിൽ ഗ്യാമേറ്റ്സ് ഉള്ളത്. ഓക്കെ. സോ പോളൻ ഗ്രെയിനിൽ ആരൊക്കെയാ ഉള്ളതെന്ന് ചോദിക്കുകയാണെങ്കിൽ പോളൻ ഗ്രെയിനിന് ഇതുപോലെ ഒരു ഔട്ടർ കവറിംഗ് ഉണ്ട്, ഈ ഗ്രീൻ കളർ കാണുന്ന ഇന്നർ കവറിംഗ് ഉണ്ട്. ഈ ഔട്ടർ കവറിംഗ് നമുക്ക് കണ്ടാൽ അറിയാം, മുള്ളുകളൊക്കെ ഉള്ള പോലെ ഒരു സ്ട്രക്ചർ അല്ലേ? ഇത് ഭയങ്കര ഹാർഡ് ആയിട്ടുള്ള ഒരു സ്ട്രക്ചർ ആണ്. ഇതിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് എക്സൈൻ. ഓക്കെ. ഉള്ളിലുള്ള ഈ ഒരു സ്ട്രക്ചറിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് ഇൻഡൈൻ. എന്താ വിളിക്കുക? ഇൻഡൈനും എക്സൈനും. സോ എ പോളൻ ഗ്രെയിൻ കൺസിസ്റ്റ് ഓഫ് ആൻ ഇന്നർ ഇൻഡൈൻ ലെയർ ആൻഡ് ഔട്ടർ എക്സൈൻ ലെയർ. എന്താണ്? ഇന്നർ ഇൻഡൈൻ ലെയർ ഉണ്ട്. പോളൻ ഗ്രെയിനിലെ ഇന്നർ ഇൻഡൈൻ ലെയറും ഉണ്ട്, ഔട്ടർ എക്സൈൻ ലെയറും ഉണ്ടെന്നാണ് നമ്മൾ പറയുക. ദ ഇൻഡൈൻ ലെയർ ഇസ് മേഡ് അപ്പ് ഓഫ് പെക്റ്റിൻ ആൻഡ് സെല്ലുലോസ്. അതായത് പോളൻ ഗ്രെയിനിന്റെ ഈ ഉള്ളിലെ ലെയർ ഉണ്ടല്ലോ, ഇൻഡൈൻ എന്ന് പറയുന്നത്, ഇത് നമ്മൾ മേക്ക് ചെയ്തിട്ടുള്ളത് പെക്റ്റിനും സെല്ലുലോസും കൊണ്ടാണ്. പക്ഷേ എക്സൈൻ എന്ന് പറയുന്നത് മേഡ് അപ്പ് ഓഫ് സ്പോറോപോളനിൻ എന്ന് പറയുന്ന സബ്സ്റ്റൻസ് കൊണ്ടാണ് എക്സൈൻ മേഡ് ചെയ്തിട്ടുള്ളത്. എക്സൈൻ എന്ന് പറഞ്ഞാൽ ഭയങ്കര
കട്ടിയുള്ള ലെയർ ആണ് കേട്ടോ. ഔട്ടർ ലെയർ ഭയങ്കര കട്ടിയാണ് പോളൻ ഗ്രെയിനിന്റെ. സോ സ്പോറോപോളൻ എന്ന് പറയുന്നത് എന്താണ്? റെസിസ്റ്റന്റ് ടു ഫിസിക്കൽ ആൻഡ് ബയോളജിക്കൽ ഡീകമ്പോസിഷൻ. ഫിസിക്കലും ബയോളജിക്കലും ഡീകമ്പോസിഷന് റെസിസ്റ്റന്റ് ആണ് സ്പോറോപോളൻ. അത്രയ്ക്കും കട്ടിയാണ്. സോ ഇറ്റ് ഈസ് ദ മോസ്റ്റ് റെസിസ്റ്റന്റ് മെറ്റീരിയൽ വിച്ച് ഇസ് നോട്ട് ഡിഗ്രേഡഡ് ബൈ ആൽക്കലി, ആസിഡ്സ് ഓർ എനി അതർ കെമിക്കൽ. ആൽക്കലിയോ ആസിഡോ മറ്റ് കെമിക്കലോ കൊണ്ട് ഡിഗ്രേഡ് ചെയ്യാൻ പറ്റാത്തതാണ് എന്തെന്ന് പറയുക? ഈ പറയുന്ന എക്സൈൻ വോൾ അല്ലെങ്കിൽ സ്പോറോപോളനും കൊണ്ടുള്ള എക്സൈൻ എന്ന് പറയുന്നത്. ഡ്യൂ ടു ദിസ് ദ പോളൻ ഗ്രെയിൻ ക്യാൻ ബി പ്രിസർവ്ഡ്. ഈ ഒരു സ്പെഷ്യൽ ഒരു ഫിനോമിന ഇതിനുള്ളത് കൊണ്ട് തന്നെ പോളൻ ഗ്രെയിൻ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? കുറേ നാളത്തേക്ക് നമുക്ക് സൂക്ഷിച്ചു വെക്കാൻ പറ്റും. ഫോസിൽസ് ഒക്കെ പ്രിപ്പയർ ചെയ്യാൻ ഹെൽപ്പ് ചെയ്യും. ടാക്സോണമിക്കൽ സ്റ്റഡീസിനൊക്കെ ഇത് ഹെൽപ്ഫുൾ ആണ്. ഈ പറയുന്ന എക്സൈനിൽ സ്പോറോപൊളനിൻ ഉള്ളത് കൊണ്ട് തന്നെയാണ് കേട്ടോ. അതുപോലെ തന്നെ എക്സൈൻ ഹാസ് ഡിഫറെന്റ് സ്കൾപ്ചറിംഗ് പാറ്റേൺ വിച്ച് ഹാസ് ഹെൽപ് ഇൻ ദ ഫീൽഡ് ഓഫ് ടാക്സോണമി. ഓരോ എക്സൈനിനും ഓരോരോ ഡിഫറെന്റ് പാറ്റേൺ ആണ്. സോ അത് ടാക്സോണമിക് ഫീൽഡിൽ ഒരുപാട് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. ക്ലാസിഫിക്കേഷൻ ഒക്കെ ഒരുപാട് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. ഇറ്റ് ഹാസ് ഹെൽപ് ടു അസൈൻ ടു എ പെർട്ടിക്കുലർ പ്ലാന്റ്, എ ഫാമിലി, ജീനസ് ഓർ സ്പീഷീസ്. അതായത് ക്ലാസിഫിക്കേഷൻ ഈ പോളൻ ഗ്രെയിനിന്റെ എക്സൈൻ സ്ട്രക്ചർ ഹെൽപ്പ് ചെയ്യുന്നുണ്ടെന്നാണ് പറയുക. ഇനി നിങ്ങൾക്കറിയാം പോളൻ ഗ്രെയിൻ എന്ന് പറയുന്നത് ഇങ്ങനെയാണ്. അതായത് ടീച്ചർ കാണിച്ചു തരാം. നമ്മുടെ ഫീമെയിലിന്റെ പാർട്ട് ടീച്ചർ ജസ്റ്റ് ഒന്ന് വരച്ച് കാണിക്കുന്നുള്ളൂ മക്കളെ. സ്റ്റിഗ്മയും സ്റ്റൈലും ഓവറിയും നിങ്ങൾക്ക് മനസ്സിലാവാൻ വേണ്ടി മാത്രം വരച്ചിട്ടുണ്ട്. പോളൻ ഗ്രെയിൻ പോളിനേഷൻ പ്രോസസ് വഴി എവിടെയാ വരുന്നത്? ഇവിടെ വന്നിരിക്കും. ഇവിടെ വന്നിരിക്കുമ്പോൾ ഈ പോളൻ ഗ്രെയിനിൽ നിന്ന് പോളൻ ട്യൂബ് ഫോം ചെയ്യണം. പോളൻ ട്യൂബിൽ കൂടെയാണ് മെയിൽ ഗാമെറ്റ് ഇറങ്ങി വന്ന് ഇങ്ങോട്ട് വന്ന് ഫ്യൂസ് ചെയ്യുക. ഓവറിയുടെ ഉള്ളിലാണ് എഗ് ഉള്ളത്, അങ്ങോട്ട് വന്ന് ഫ്യൂസ് ചെയ്യുക. അത്രയും കാര്യം നമുക്കറിയാം. സോ ഈ പോളൻ ട്യൂബ് എങ്ങനെ ഫോം ചെയ്യും? ടീച്ചറുടെ ക്വസ്റ്റ്യൻ ഇതാണ്. എക്സൈൻ ഇത്ര കട്ടിയുള്ള മെറ്റീരിയൽ ആണെങ്കിൽ എങ്ങനെയാണ് ഒരു പോളൻ ഗ്രെയിൻ ഇതിൽ ഫോം ചെയ്യുക? സോറി, പോളൻ ട്യൂബ് ഫോം ചെയ്യുക. പോളൻ ട്യൂബ് ഫോം ചെയ്താലാണല്ലോ പോളൻ ട്യൂബിൽ കൂടെ മെയിൽ ഗാമെറ്റിന് ഇറങ്ങി വരാൻ പറ്റുള്ളൂ. അതിന് നമുക്കിവിടെ ഒരു ആൻസർ ഉണ്ട്. ദാറ്റ് ഇസ് ജംപോർ. എന്താണ്? ജംപോർ. കണ്ടോ, ഇത്രയും ഭാഗത്ത് എന്തില്ല? നമ്മുടെ എക്സൈൻ എന്ന് പറയുന്ന സ്ട്രക്ചർ ഇല്ലാത്ത ഭാഗമുണ്ട് പോളൻ ഗ്രെയിനിൽ. ആ ഭാഗത്തിനാണ് നമ്മൾ എന്തെന്ന് പറയാ? ജംപോർ എന്ന് വിളിക്കാം. So jump-pore are present on the surface of the pollen grain. Pollen grainന്റെ സർഫസിലുള്ള ഒരു ഭാഗമാണ് jump-pore എന്ന് പറയുന്നത്. എക്സൈൻ ഇവിടെ ആബ്സെന്റ് ആണ്. jump-poreൽ എക്സൈൻ is absent. So the pollen tube emerges from the jump-pore. pollen tube എവിടെ നിന്ന് ഫോം ചെയ്യുന്നു? jump-poreൽ നിന്ന് ഫോം ചെയ്തു. ക്ലിയർ ആയോ മക്കളെ? ഇത്രയും കാര്യമാണ് വരിക. ഓക്കെ, ഇനി നമുക്ക് ഓൾറെഡി അറിയാം ഈ പോളൻ ഗ്രെയിനിന്റെ ഉള്ളിലാണ് ആര് ഫോം ചെയ്യുക? മെയിൽ ഗാമേറ്റ്സ്. മെയിൽ ഗാമേറ്റ്സ് ഫോം ചെയ്യുന്നത് പോളൻ ഗ്രെയിനിന്റെ ഉള്ളിലാണ്. ആ മെയിൽ ഗാമേറ്റ് ആണ് ഈ പോളൻ ട്യൂബ് വഴി ഇറങ്ങി വരുന്നതും ഈ ഓവറിയുടെ ഉള്ളിലുള്ള എഗ്ഗുമായിട്ട് ഫ്യൂസ് ചെയ്യുന്നതും. അതൊക്കെ നമുക്ക് മുന്നോട്ട് പോകുമ്പോൾ പഠിക്കാനുണ്ട്. ടീച്ചർ ജസ്റ്റ് ഒരു ഇൻട്രൊഡക്ഷൻ തന്നതാണ് കേട്ടോ. മുന്നോട്ട് പോകുമ്പോൾ നമുക്ക് നോക്കാം ഈ പറയുന്ന പോളൻ ഗ്രെയിനിന്റെ ഉള്ളിൽ മെയിൽ ഗാമേറ്റ് എങ്ങനെയാ ഫോം ചെയ്യുക. നിങ്ങൾക്ക് പോളൻ ഗ്രെയിൻ കണ്ടാലേ അറിയാം. വെൻ ദ പോളൻ ഗ്രെയിൻ ഈസ് മെച്ചുവർ, പോളൻ ഗ്രെയിൻ മെച്ചുവർ ആകുമ്പോൾ എന്ത് ചെയ്യുന്നു? അവിടെ ടു സെൽസ് ഫോം ചെയ്യുന്നു അല്ലെ? ഈ കാണുന്ന കണ്ടോ, ഇത് വെജിറ്റേറ്റീവ് സെല്ല്, ജനറേറ്റീവ് സെല്ല്. ഇങ്ങനെയുള്ള രണ്ട് സെല്ലുകളാണ് പോളൻ ഗ്രെയിൻ മെച്ചുവർ ആകുമ്പോൾ ഫോം ചെയ്യുന്നത്. വെജിറ്റേറ്റീവ് സെല്ലും ഫോം ചെയ്യും, സോറി ഓക്കെ മക്കളെ, വെജിറ്റേറ്റീവ് സെല്ലും ഫോം ചെയ്യും, ജനറേറ്റീവ് സെല്ലും ഫോം ചെയ്യും. വെജിറ്റേറ്റീവ് സെല്ല് ബിഗർ ആണ് ജനറേറ്റീവിനേക്കാളും. അവിടെ ഫുഡ് റിസർവ് മെറ്റീരിയൽ ഒക്കെ കൂടുതലാണ് ഉള്ളത്. ലാർജ് ഇറഗുലർലി ഷേപ്ഡ് ന്യൂക്ലിയസ് ആണ് വെജിറ്റേറ്റീവ് സെല്ലിനുള്ളത്. ജനറേറ്റീവ് സെല്ല് നോക്കിയാൽ നിങ്ങൾക്ക് അറിയാം, വെജിറ്റേറ്റീവിന് 1 എന്ന് ടീച്ചർ മാർക്ക് ചെയ്തു, ജനറേറ്റീവിന് 2 എന്ന് ഇട്ടു. ജനറേറ്റീവ് കുറച്ചുകൂടി ചെറുതാണ്, സ്മോൾ ആണ്. സൈറ്റോപ്ലാസത്തിൽ ഫ്ലോട്ട് ചെയ്ത് നടക്കാണ് ഈ പറയുന്ന ജനറേറ്റീവ് സെൽ എന്ന് പറയുന്നത്. സ്പിൻഡിൽ ഷേപ്പ് വിത്ത് ഡെൻസ് സൈറ്റോപ്ലാസം ആൻഡ് ന്യൂക്ലിയസ് ആണുള്ളത്. അതുപോലെ തന്നെ ഏകദേശം 60% ഓഫ് ആൻജിയോസ്പേംസിൽ പോളൻ ഗ്രെയിൻസ് ഷെഡ് ചെയ്ത് പോവുക ചെയ്യുക. ഈ ഒരു 2 സെൽഡ് സ്റ്റേജ്, അതായത് പോളൻ ഗ്രെയിനിൽ ഈ വെജിറ്റേറ്റീവും ജനറേറ്റീവും, പോളൻ ഗ്രെയിൻ മെച്ചൂർ ആകുമ്പോഴാണല്ലോ ഈ ഒരു സ്റ്റേജിലേക്ക് വരിക. ഇവർ കൊഴിഞ്ഞു പോവുക ചെയ്യുന്ന പോളൻ ഗ്രെയിൻസ് എന്ന് പറയുന്നത്. ബാക്കി റിമൈനിങ് സ്പീഷീസിലാണ് എന്ത് സംഭവിക്കുക? ജനറേറ്റീവ് സെൽ എന്ത് ചെയ്യുന്നു? ഡിവൈഡ് ചെയ്യുന്നു. സോ വെജിറ്റേറ്റീവ് സെൽ ഇതുപോലെ വലുതായിട്ട് തന്നെ നിൽക്കുന്നു. ഈ പറയുന്ന ജനറേറ്റീവ് സെൽ എന്ത് ചെയ്യുന്നു? ഡിവൈഡ് ചെയ്യും. ഈ ജനറേറ്റീവ് സെല്ല് ഡിവൈഡ് ചെയ്തിട്ട് 2 മെയിൽ ഗാമേറ്റ് ഫോം ചെയ്യും. നിങ്ങളൊന്ന് ചിന്തിച്ച് നോക്കിക്കേ. ടീച്ചർ ജസ്റ്റ് ഒന്ന് വരച്ച് കാണിച്ചു തരാം. പോളൻ ഗ്രെയിൻ, എക്സൈൻ വാള്, എക്സൈൻ വാള് നമുക്ക് ഇതുപോലെ വരയ്ക്കാം, ഇൻഡെയിൻ വാള് നമുക്ക് വരയ്ക്കാം. സോ ഇതിന്റെ ഉള്ളിൽ 2 സെല്ലുകളാണ് ഉള്ളത്. ഒന്നെന്ന് പറയുന്നത് വെജിറ്റേറ്റീവ് സെല്ലുണ്ട്. ഇതാണ് വെജിറ്റേറ്റീവ് സെല്ല്. രണ്ടാമത്തെ ടീച്ചർ വരച്ചിട്ടുള്ളത് ജനറേറ്റീവ് സെല്ലാണ്. ഓക്കെ, ഇങ്ങനെയാണ് ഒരു പോളൻ ഗ്രെയിൻ ഇരിക്കാന്ന് വെക്കാം. സോ ഒരു പോളൻ ഗ്രെയിൻ എന്ത് ചെയ്യുന്നു? ജനറേറ്റീവ് സെല്ല് ഡിവൈഡ് ചെയ്ത് 2 ആയിട്ട് മാറുന്നു. ജനറേറ്റീവ് സെല്ല് ഡിവൈഡ് ചെയ്ത് 2 മെയിൽ ഗാമേറ്റ് ഫോം ചെയ്യുന്നു. മനസ്സിലായോ? സോ ദ റിമൈനിങ് സ്പീഷീസ് ജനറേറ്റീവ് സെൽ ഡിവൈഡ്സ് മൈറ്റോട്ടിക്കലി. മൈറ്റോസിസ് ഡിവിഷൻ നടക്കുക. കാരണം 2 മെയിൽ ഗാമേറ്റും എന്തായിട്ടാ ഇവിടെ വേണ്ടത്? നമുക്ക് സെയിം
2 മെയിൽ ഗാമേറ്റും സെയിം പറയുന്ന ക്രോമോസോം നമ്പറാണ് വേണ്ടത്. ഒരു പോളൻ ഗ്രെയിൻ എന്ന് പറയുമ്പോ തന്നെ പോളൻ ഗ്രെയിൻ നമുക്കറിയാം റിഡക്ഷണൽ ഡിവിഷൻ നടന്ന് പകുതിയായിട്ടാ വരുന്നേ. ആ പകുതി വീണ്ടും പകുതിയാവേണ്ട കാര്യമില്ലല്ലോ. സോ ഇവിടെ മൈറ്റോസിസ് ഡിവിഷൻ ആണ് നടക്കുക. 2 മെയിൽ ഗാമേറ്റ് ഫോം ചെയ്യുന്നു. ഇപ്പൊ നോക്കിക്കേ ഇതൊരു 3 സെൽഡ് സ്ട്രക്ചർ ആണ്. 3 സെൽഡ് സ്റ്റേജ് ആണിത്. മനസ്സിലായോ? അതാണ് ഇവിടെ പറയുക. സോ മൈറ്റോട്ടിക്കലി ടു ഗീവ് റൈസ് ടു ദ 2 മെയിൽ ഗാമേറ്റ്സ് ബിഫോർ പോളൻ ഗ്രെയിൻസ് ആർ ഷെഡ്. ക്ലിയർ ആണല്ലോ? യെസ്. സോ നമുക്ക് നമ്മുടെ ഫൈനലിലേക്ക് പോവാം. അപ്പൊ ടീച്ചർ പറഞ്ഞു തന്നു എങ്ങനെയാണ് പോളൻ ഗ്രെയിൻ ഫോം ചെയ്യാന്ന്. ഇനി നമുക്ക് പോളൻ ഗ്രെയിൻ കൊണ്ട് എന്തെങ്കിലും ഹെൽപ്പ് ഉണ്ടോ നമുക്ക്? എന്താ സംഭവം എന്ന് നമുക്കൊന്ന് നോക്കാം. പോളൻ ഗ്രെയിൻസ് ഓഫ് മെനി സ്പീഷീസ് കോസ് സിവിയർ അലർജീസ്. അതായത് എല്ലാവർക്കും ഈ പോളൻ ഗ്രെയിൻ ഒന്നും പറ്റില്ല. ചിലർക്ക് ചില പൂമ്പൊടിയൊക്കെ അടിക്കുമ്പോൾ ഭയങ്കര തുമ്മലൊക്കെ വരില്ലേ? സോ അലർജി ക്രിയേറ്റ് ചെയ്യാറുണ്ട്. ബ്രോങ്കിയൽ അഫ്ലിക്ഷൻസ് ക്രിയേറ്റ് ചെയ്യാറുണ്ട് ചില ആളുകൾക്ക്. റെസ്പിറേറ്ററി ഡിസോർഡേഴ്സ് ഉണ്ടാക്കാറുണ്ട്. ആസ്മ, ബ്രോങ്കൈറ്റിസ് ഒക്കെ ഉണ്ടാവാൻ കാരണമാവാറുണ്ട് ഈ പോളൻ ഗ്രെയിൻ എന്ന് പറയുന്നത് കേട്ടോ. അതേസമയം തന്നെ ഇവിടെ നമ്മളൊരു എക്സാമ്പിൾ പറയുന്നുണ്ട്. പാർത്തേനിയം, അതായത് ഇറ്റ് മേ ബി മെൻഷൻ ദാറ്റ് പാർത്തേനിയം ഓർ ക്യാരറ്റ് ഗ്രാസ് ദാറ്റ് കെയിം ഇൻ ടു ഇന്ത്യ ആസ് എ കണ്ടാമിനന്റ് വിത്ത് ഇമ്പോർട്ടഡ് വീറ്റ്. അതായത് വീറ്റിന്റെ കൂടെ വന്ന ഒരു വീടായിട്ട് വന്നാണ് പാർത്തേനിയ എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ക്യാരറ്റ് ഗ്രാസ്. നിങ്ങൾ 10th പഠിച്ചിട്ടുണ്ട് ഈ ഒരു പേര് പാർത്തേനിയ എന്ന് പറയുന്നത്. ക്യാരറ്റ് ഗ്രാസ് എന്ന് പറയുന്നത് വന്നിട്ടുണ്ട്. ഇതെന്താന്ന് നോക്കുകയാണെങ്കിൽ പോളൻ അലർജി ക്രിയേറ്റ് ചെയ്യാറുണ്ടെന്നാണ് പറയുക. ഇന്ത്യയിലേക്ക് വന്നതാണ്, വീറ്റിന്റെ കൂടെ വന്നതാണ്. ചുമ്മാ വലിഞ്ഞു കയറി പോകുന്നു അല്ലേ? ഓക്കെ. അതുപോലെ തന്നെ ഈ പോളൻ ഗ്രെയിൻ അലർജി മാത്രമല്ല കോസ് ചെയ്യാറ്, ചിലർക്ക് ഇത് ഹെൽപ്ഫുള്ളും ആണ്. ബിക്കോസ് ഇതിൽ ന്യൂട്രിയൻ കണ്ടന്റ് കൂടുതലുണ്ടെന്നാണ് പറയുക. അതുപോലെ തന്നെ എന്താണ് ഇതൊരു ഫാഷനായിട്ട് മാറിയേക്കാണ്. പോളൻ ടാബ്ലറ്റ് കഴിക്കുക, സപ്ലിമെന്റ് ആയിട്ട് ഫുഡിന്റെ കൂടെ കഴിക്കുക എന്നുള്ളത് ഒരു ഫാഷനായിട്ട് ഇപ്പൊ മാറിയിട്ടുണ്ട്. വെസ്റ്റേൺ കൺട്രീസിലൊക്കെ ലാർജ് നമ്പർ ഓഫ് പോളൻ പ്രോഡക്ട്സ് ഉണ്ട്. ടാബ്ലറ്റിന്റെ രൂപത്തിലും ഉണ്ട്, സിറപ്പിന്റെ രൂപത്തിലൊക്കെ മാർക്കറ്റിൽ അവൈലബിൾ ആണ്. അതുപോലെ പോളൻ കൺസപ്ഷൻ നമുക്ക് ഹെൽപ്ഫുൾ ആണ്. അതായത് അത്ലറ്റ്സിനും അതുപോലെ റേസ് ഹോഴ്സസ് ഒക്കെ അതിനൊക്കെ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. അത്ലറ്റ്സിനൊക്കെ അവരുടെ പെർഫോമൻസ് ഒക്കെ കൂട്ടാൻ വേണ്ടിയിട്ട് പോളൻ ഗ്രെയിൻസ് ഹെൽപ്പ് ചെയ്യുന്നുണ്ടെന്നാണ് പറയുക. എനർജി എൻഹാൻസർ ആയിട്ട് പോളൻ ഗ്രെയിൻ യൂസ് ചെയ്യാറുണ്ട്. വെയിറ്റ് മാനേജ്മെന്റിന് യൂസ് ചെയ്യാറുണ്ട്. പോളൻ ഗ്രെയിനിൽ വിറ്റാമിൻ ബിയും B12 ഉണ്ടെന്ന് നമ്മൾ പറയുന്നുണ്ട്. സ്ട്രെസ് റിലീഫിന് പോളൻ ഗ്രെയിൻ യൂസ് ചെയ്യാന്ന് പറയുന്നു. ഇമ്മ്യൂണിറ്റി ബൂസ്റ്റ് ചെയ്യാൻ ഹെൽപ്പ് ചെയ്യുന്നു പറയുന്നു. ഓക്കെ, നിങ്ങളുടെ മീലിൽ ആഡ് ചെയ്യണം എന്നുള്ള കേസ് നമ്മൾ പറയുന്നുണ്ട് കേട്ടോ. അപ്പം പോളൻ ഗ്രെയിനിന് എന്താണ് അലർജീസും ക്രിയേറ്റ് ചെയ്യാറുണ്ട്. അതുപോലെ തന്നെ ഇത് ഹെൽപ്ഫുൾ ആണെന്നാണ് പറയുക. സോ മക്കളെ നമ്മൾ കഴിഞ്ഞു. നമ്മളൊരു ഇൻട്രൊഡക്ഷൻ കഴിഞ്ഞു. എന്തൊക്കെയാ പഠിച്ചത്? സെക്ഷൽ റീപ്രൊഡക്ഷൻ ഇൻ ഫ്ലവേഴ്സിൽ നമ്മൾ എങ്ങനെയാണ് ഫ്ലവറിന്റെ പാർട്സ്, അതിൽ മെയിൽ പാർട്ടും ഫീമെയിൽ പാർട്ടും, അതിൽ മെയിൽ പാർട്ടിനെ നമ്മൾ ഡീറ്റെയിൽഡ് ആയിട്ട് പഠിച്ചു. മെയിൽ ഗ്യാമേറ്റ് ഫോം ചെയ്യുന്നത്, പോളൻ ഗ്രൈൻ്റെ ഉള്ളിൽ മെയിൽ ഗ്യാമേറ്റ് ഫോം ചെയ്യുന്നത് വരെ നമ്മൾ പഠിച്ചു നിർത്തി. ഇനി നെക്സ്റ്റ് പാർട്ടിൽ നമുക്ക് നോക്കാനുള്ളത് എങ്ങനെയാണ് ഫീമെയിൽ സ്ട്രക്ചർ, എങ്ങനെയാണ് ഫീമെയിൽ ഗ്യാമേറ്റ് ഫോം ചെയ്യുക, അത് കഴിഞ്ഞ് ഇവരുടെ ഫ്യൂഷൻ എന്താണെന്നൊക്കെ നമ്മൾക്ക് ഈ ഒരു ചാപ്റ്ററിൽ പഠിക്കാനുണ്ട്. സോ താങ്ക് യു സോ മച്ച് ഓൾ ഓഫ് യു. സോ ഫസ്റ്റ് പാർട്ടിൽ ടീച്ചർ ബോർ അടിപ്പിക്കുന്നില്ല, ഇത്രയും പറഞ്ഞ് നിർത്തുകയാണ്. നമുക്കിനി ഫീമെയിൽ പാർട്ടുമായിട്ട് നെക്സ്റ്റ് ക്ലാസ്സിൽ കാണാം. So once again, thank you so much, my dear students. Thank you. Okay, അപ്പൊ നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ ഇതിന്റെ കണ്ടിന്യൂഷൻ ആയിട്ട് കാണാം. Okay, bye bye. Thank you so much. Thank you all of you.